നമസ്കാരം. ഷെക്കേന പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. താമരശ്ശേരി രൂപത മുൻ ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പിള്ളി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 13 വർഷം താമരശ്ശേരി രൂപത ബിഷപ്പായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി താമരശ്ശേരി രൂപതയിൽ നിന്നും ഫാദർ മെൽവിൻ വെള്ളക്കാക്കുടി ചേരുന്നു. ഏകദേശം ഇന്ന് രാവിലെ ഒരു 6:30 പിതാവിനൊരു കാർഡിയാക് അറസ്റ്റ്, ഒരു സിവിയർ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിതാവിനെ ചാവറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉടനെ തന്നെ പിതാവിനെ കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് മാറ്റാൻ സജഷൻ വന്ന് അങ്ങോട്ട് കൊണ്ടുവരുന്നു. പിന്നെ അത്യാവശ്യം റിക്കവർ ചെയ്ത് വന്നതായിരുന്നു. പക്ഷേ വൈകുന്നേരം ഒരു 6:45 കൂടെ ഒരു സിവിയർ കാർഡിയാക് അറസ്റ്റ് കൂടെ ഉണ്ടായി പിതാവ് മരണപ്പെടുകയായിരുന്നു. അപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു 9 മണിയോട് കൂടെ പിതാവിന്റെ വസതിയായിരുന്ന അൽഫോൻസ ഭവൻ, ബിഷപ്പ് ഹൗസിനോട് ചേർന്ന അൽഫോൻസ ഭവനിൽ കൊണ്ടുവരികയും അതിനുശേഷം 1 മണിക്കൂർ ഇവിടെ മൃതദേഹം സൂക്ഷിച്ച ശേഷം കത്തീഡ്രൽ ദേവാലയത്തിലേക്ക്, താമരശ്ശേരി മേരിമാത കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 6:45 കൂടിയാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. 1997 ഫെബ്രുവരി 13 മാർ പോൾ ചിറ്റിലപ്പിള്ളി താമരശ്ശേരി രൂപതയുടെ സാരഥിയായി നിയമിതനായത്. 13 വർഷം രൂപതയെ പുരോഗതിയിലേക്ക് നയിച്ച പിതാവ് 2010 ഏപ്രിൽ 8 രൂപതാ ഭരണത്തിൽ നിന്ന് വിരമിക്കുകയായിരുന്നു. തൃശൂർ അതിരൂപതയിൽ മറ്റം ഇടവകയിൽ ചിറ്റിലപ്പിള്ളി ചുമ്മാർ കുഞ്ഞായി ദമ്പതിമാരുടെ 8 മക്കളിൽ 6-മനായാണ് മാർ പോൾ ചിറ്റിലപ്പിള്ളിയുടെ ജനനം. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലും തേവര SH കോളേജിലുമായിരുന്നു പഠനം. 1953 സെമിനാരിയിൽ ചേർന്നു. 1958 മംഗലപ്പുഴ മേജർ സെമിനാരിയിൽ ചേർന്നു. മംഗലപ്പുഴ മേജർ സെമിനാരിയിലെ പഠനത്തിനു ശേഷം തിയോളജി പഠനത്തിനായി റോമിലെ ഉർബാനിയൻ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. 1961 ഒക്ടോബർ 18 അഭിവന്ദ്യ മാർ മാത്യു കാവുക്കാട്ടു പിതാവിൽ നിന്ന് റോമിൽ വെച്ചാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. തുടർന്ന് റോമിലെ ലാറ്ററൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൺ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി. ആളൂർ, വെള്ളാച്ചിറ എന്നീ ഇടവകകളിൽ അസിസ്റ്റന്റ് വികാരിയായും വടവാതൂർ മേജർ സെമിനാരിയിൽ പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു. 1971 മാർ ജോസഫ് കുണ്ടുകുളം പിതാവിന്റെ ചാൻസലറായി നിയമിക്കപ്പെട്ടു. 1978 മുതൽ 88 വരെ തൃശൂർ അതിരൂപതയുടെ വികാരി ജനറൽ ആയിരുന്നു. 1988 സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടി കല്യാൺ രൂപത സ്ഥാപിതമായപ്പോൾ ആ രൂപതയുടെ പ്രഥമ മെത്രാനായി നിയോഗിക്കപ്പെട്ടു. 10 വർഷത്തോളം അവിടെ ശുശ്രൂഷ ചെയ്തു. താമരശ്ശേരി രൂപത മെത്രാനായി ചുമതലയേറ്റെടുത്തപ്പോൾ സ്വീകരിച്ച ആദർശവാക്യം നവീകരിക്കുക, ശക്തിപ്പെടുക എന്നതായിരുന്നു. കുടുംബങ്ങളുടെ നവീകരണത്തിലൂടെ ആദർശവാക്യത്തിന്റെ പൂർണ്ണമായ ഫലപ്രാപ്തി രൂപതയിൽ കൈവരിക്കുന്നതിന് അഭിവന്ദ്യ പിതാവ് ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു. പിതാവിന്റെ വേർപാട് ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്.